നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഈ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ യൂഷ്വലി നമ്മൾ പറയുന്നതാണ് ഒന്ന് ഓട്ടോണമി. എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റിൽ നിന്നുള്ള ഒരു കേരള സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ KNMC കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ നമുക്ക് ഹൈ ഓൾ വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ APN എക്സാമിന്, കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം പോലുള്ള കുറച്ച് ഹയർ എൻഡ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മുടെ പ്രിപ്പറേഷൻസ് വളരെ നേരത്തെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം സാധാരണ സിലബസ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ നഴ്സിംഗ് ഓഫീസറിന്റെ സിലബസും നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സിലബസും ഒക്കെ ഏകദേശം സെയിം ആയിട്ട് തോന്നും. എങ്കിലും അങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളൊരു ഹയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത്രയും ഡെപ്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. സോ പലരും ഒക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, വളരെ നല്ല കാര്യം. സോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളവർ ആ ഒരു പേസ് തന്നെ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ആ പേസ് കുറച്ചുകൂടെ കൂട്ടുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ പേസ് കുറയ്ക്കരുത് കേട്ടോ. അപ്പം ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇനി ഇൻ കേസ് ആരെങ്കിലും ഒക്കെ പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം എൻഡോടുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് പ്രതീക്ഷിക്കുന്നു എന്ന് പറയാനേ പറ്റത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് അറിയാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. സോ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിന്റെ പേസ് ഒക്കെ ഒരിക്കലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി സ്പീഡും ഒക്കെ കൂടുക അല്ലാതെ അത് കുറച്ച് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അപ്പൊ നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ ഞാൻ ഇതിൽ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഡിസ്കസ് ചെയ്യുന്ന എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക. അപ്പൊ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനും അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. So first question ഇങ്ങനെയാണ്, educating clients regarding mental health is an example of adhering to the principle of. ഇത് യൂഷ്വലി നമ്മൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, എഡ്യൂക്കേറ്റിംഗ് ക്ലയൻസ് റിഗാർഡിംഗ് മെന്റൽ ഹെൽത്ത് അല്ലേ. അതായത് നമ്മൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പേഷ്യൻസിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സോ ഇത് എന്ത് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഈസ് ഓട്ടോണമി, ബി ഈസ് ബെനിഫിഷ്യൻസ്, സി ഈസ് നോൺ മാലിഫിഷ്യൻസ്, ഡി ഈസ് ജസ്റ്റിസ്. എന്തായിരിക്കും, നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടോ, ഒരു ഐഡിയ ഉണ്ടോ? അതായത് നമ്മൾ പേഷ്യൻസിന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് റിഗാർഡിങ് മെന്റൽ ഹെൽത്ത് അല്ലേ. അപ്പൊ അതെന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ ചെയ്യുക? അതായത് അവരുടെ മെന്റൽ ഹെൽത്ത് നന്നായിട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുക? നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ബെനിഫിറ്റ് പേഷ്യന്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. അതായത് മാക്സിമം ആയിട്ടുള്ള ബെനിഫിറ്റ് പേഷ്യന്റ് ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നമ്മൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ ക്ലയൻസിന് കൊടുക്കുക അല്ലെ. സോ അത് എന്ത് പ്രിൻസിപ്പിൾ ആയിട്ടായിരിക്കും വരിക? അത് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ബെനിഫിഷ്യൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക അല്ലേ. നമുക്ക് നോക്കാവേ. ജസ്റ്റ് അതിന്റെ ആൻസർ മാത്രമല്ല, ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നമുക്ക് ഈ ടോപ്പിക്സ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. സോ നമുക്കറിയാം ഈ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ യൂഷ്വലി നമ്മൾ പറയുന്നതാണ് ഒന്ന് ഓട്ടോണമി, രണ്ടാമത്തേത് ജസ്റ്റിസ്, മൂന്നാമത്തേത് നോൺ മാലിഫിഷ്യൻസ്, കൂടാതെ ബെനിഫിഷ്യൻസ് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഓട്ടോണമി എന്ന് പറയുക? ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കാര്യം നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യുക, അതിനാണ് നമ്മൾ ഓട്ടോണമി എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് അതിനെ റെസ്പെക്ട് ഫോർ പേഴ്സൺസ് എന്ന് പറയാം അല്ലെ. അതായത് യൂഷ്വലി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റിന് ഒക്കെ വിധേയമാകുന്ന പേഷ്യൻസിനോട് സംസാരിക്കുന്നത് നമുക്ക് അറിയാം. അവർക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആയിരിക്കും യൂഷ്വലി കൊടുക്കുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ശരിക്കും കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഏത് ട്രീറ്റ്മെന്റ് വേണം എന്നുള്ളത് പേഷ്യന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരിക കേട്ടോ. അപ്പൊ എന്താണ് ഓട്ടോണമി അല്ലെങ്കിൽ റെസ്പെക്ട് ഫോർ പേഴ്സൺസ് എന്ന് പറയുക? അക്നോളജ് എ പേഴ്സൺസ് റൈറ്റ് ടു മേക്ക് ചോയ്സസ്, to hold views and to take actions based on personal values and beliefs അല്ലെ. അതായത് പേഷ്യൻസിന് അവരുടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വാല്യൂസ്, അവരുടേതായിട്ടുള്ള ബിലീഫ്സ് ഉണ്ടാവില്ലേ. സോ അത് അനുസരിച്ചിട്ട് പേഷ്യൻസ് സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിനാണ് നമ്മൾ ഓട്ടോണമി അല്ലെങ്കിൽ റെസ്പെക്ട് ഫോർ പേഴ്സൺസ് എന്ന് പറയുക. രണ്ടാമത്തേത് ജസ്റ്റിസ്. എന്താണ് ജസ്റ്റിസ് എന്ന് പറയുക? അതായത് നമ്മളെ എല്ലാ ആൾക്കാരെയും ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുക അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ജസ്റ്റിസ് എന്ന് പറയുക. നെക്സ്റ്റ് പറയുന്നത് നോൺ മാലിഫിഷ്യൻസ്. എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ടേം ആണ് ഈ നോൺ മാലിഫിഷ്യൻസ് എന്ന് പറയുക കേട്ടോ. സോ നോൺ മാലിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി അത് ഡു നോ ഹാം കേട്ടോ. ഒരു ഹാമും നമ്മൾ ചെയ്യുന്നില്ല, ആർക്ക് വേണ്ടി? പേഷ്യന്റിന് വേണ്ടി നമ്മൾ ഹാം ഒന്നും ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ നോൺ മാലിഫിഷ്യൻസ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒബ്ലിഗേഷൻ നോട്ട് ടു ഇൻഫ്ലിക്ട് ഹാം ഇന്റൻഷനലി കേട്ടോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇന്റൻഷനലി നമ്മൾ ഒരു ഹാം പേഷ്യന്റിന് ചെയ്യുന്നില്ല. സോ ഇൻ മെഡിക്കൽ എത്തിക്സ് ദ ഫിസിഷ്യൻസ് ഗൈഡിങ് മാക്സിം ഈസ് ഫസ്റ്റ് ഡു നോ ഹാം. അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടോ
ഇന്റർവെൻഷന്റെ ഭാഗമായിട്ടോ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടോ ഒന്നും യാതൊരു ഹാം പേഷ്യന്റിന് വരുത്തുന്നില്ല. അതിനാണ് നമ്മൾ നോൺ മാലിഫിഷ്യൻസ് എന്ന് പറയുക. നെക്സ്റ്റ് ബെനിഫിഷ്യൻസ്, അതെങ്ങനെ ഓർത്തിരിക്കാന്ന് പറഞ്ഞാലേ, ഈ ബെനിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് അല്ലെ. സോ ഡൂയിങ് മാക്സിമം ബെനിഫിറ്റ് ടു ദ പേഷ്യന്റ് അല്ലെങ്കിൽ ഡൂയിങ് ഗുഡ് ടു ദ പേഷ്യന്റ്, അതിനാണ് നമ്മൾ ബെനിഫിഷ്യൻസ് എന്ന് പറയുക. പ്രൊവൈഡിങ് ബെനിഫിറ്റ് ടു പേഴ്സൺസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദെയർ വെൽഫെയർ കേട്ടോ. അതായത് പേഷ്യൻസിന് വേണ്ടി മാക്സിമം ബെനിഫിറ്റ് ചെയ്യുക, കൂടാതെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുക, അതിനാണ് നമ്മൾ ഈ ബെനിഫിഷ്യൻസ് എന്ന് പറയുക. സോ റെഫേഴ്സ് ടു ആൻ ആക്ഷൻ ഡൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സിനാണ് നമ്മൾ ബെനിഫിഷ്യൻസ് എന്ന് പറയുക. ഇനി ഇതുകൂടാതെ നമ്മൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ പറയുമ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ടുന്ന ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് ബെൽമോണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുക കേട്ടോ. അതിനെക്കുറിച്ച് പറയാം. സോ ബെൽമോണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ പറയുന്ന ഓട്ടോണമി അല്ലെങ്കിൽ റെസ്പെക്ട് ഫോർ പേഴ്സൺസ്, പിന്നെ ജസ്റ്റിസ്, ബെനിഫിഷ്യൻസ്, ഇതിനൊക്കെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നതാണ് ഈ ബെൽമോണ്ട് റിപ്പോർട്ടിന് ഉണ്ടല്ലോ. സോ ബെൽമോണ്ട് റിപ്പോർട്ട് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത് 1979 ബേസിക്കലി ഇത് എന്തിനാണ് ഫോർമുലേറ്റ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ ഒന്നും പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള ഹാമും ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആക്ച്വലി ഒരു ബെൽമോണ്ട് റിപ്പോർട്ട് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ബേസിക്കലി 3 തരത്തിലുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് വരിക. ഇതും എക്സാമിന് ചോദിക്കാം കേട്ടോ. ബെൽമോണ്ട് റിപ്പോർട്ടൊക്കെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. സോ റെസ്പെക്ട് ഫോർ പേഴ്സൺസ് വരുന്നുണ്ട്, പിന്നെ ബെനിഫിഷ്യൻസ്, കൂടാതെ ജസ്റ്റിസ്, ഇതൊക്കെ പ്രതിപാദിക്കുന്നതാണ് ഈ ബെൽമോണ്ട് റിപ്പോർട്ടിൽ വരിക. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, ബെനിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ഗുഡ് അല്ലെങ്കിൽ മാക്സിമൈസ് പോസിബിൾ ബെനിഫിറ്റ്സ് ആൻഡ് മിനിമൈസ് പോസിബിൾ ഹാംസ് ആണ്. സോ ഇത്രയാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കിയാൽ ഇത് ഒരു നമ്മുടെ മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോലെ ഉള്ള ഹൈ ഗ്രേഡ് എക്സാംസ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ യൂഷ്വലി ഈ എഡ്യൂക്കേഷൻ, റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ടോപ്പിക്സ് കുറച്ച് ഡെപ്തിൽ കുറച്ച് നന്നായിട്ട് അതിന്റെ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവിടെ നിന്ന് കുറച്ച് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട് കേട്ടോ. സോ ഇത് നമുക്ക് പഠിക്കാൻ കഴിയാത്തൊരു കാര്യമല്ല. കാരണം വളരെ ചില എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ചോദിക്കുക. അപ്പൊ നമ്മൾ ആ സിലബസ് സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ മിക്കവാറും ഒക്കെ റാങ്ക് ഡിസൈഡ് ചെയ്യുക, റാങ്ക് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് കൂടി ഓർക്കാം. നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻഡോഴ്സ്മെന്റ് ബൈ എ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ദാറ്റ് നഴ്സ് ഹാസ് സർട്ടൻ ക്വാളിഫിക്കേഷൻ ദാറ്റ് എക്സീഡ് ബേസിക് കോമ്പിറ്റൻസ്. അതായത് നഴ്സസിന് ഒരു ബേസിക് കോമ്പിറ്റൻസ് ഉണ്ട്, അതുകൂടാതെ തന്നെ സർട്ടൻ ക്വാളിഫിക്കേഷനൊക്കെ എൻഡോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് പേരാണ് പറയുക? നോക്കിയേ, ഓപ്ഷൻ എ ഈസ് ലൈസൻഷർ, ബി ഈസ് അക്രഡിറ്റേഷൻ, സി ഈസ് ക്രെഡൻഷ്യലിംഗ്, ഡി ഈസ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ എക്സാം ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സബ്ജക്റ്റ് ഒക്കെ പഠിക്കും, ഓക്കെയാണ്, സബ്ജക്റ്റ് ഒക്കെ റിവൈസ് ചെയ്യും, വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്ന രീതി കേട്ടോ, ആ രീതി അനുസരിച്ച് കൂടി നമ്മുടെ നമ്മുടെ ഒരു എക്സാമിന്റെ ഔട്ട്പുട്ട് ആ ഒരു രീതി കൂടെ ആശ്രയിച്ചിരിക്കുമെന്ന് കൂടെ ഞാൻ പറഞ്ഞോട്ടെ. കാരണം നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോൾ ശരിക്കും ആ ക്വസ്റ്റ്യൻ കൊണ്ട് എക്സാമിനർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. രണ്ടാമത് കൃത്യമായിട്ട് ഇപ്പൊ പല ഓപ്ഷൻസും വായിക്കുമ്പോൾ പലതും ശരിയാണെന്ന് തോന്നും, പക്ഷെ നമ്മുടെ ജോലി എന്ന് പറയുക, നമ്മുടെ ദൗത്യം എന്ന് പറയുക എന്താണ്, അതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യമായിട്ട് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. സോ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഏരിയ ആണ് നമുക്ക് വീക്ക് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ആ രീതിയിൽ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും കഴിയും കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അതായത് എൻഡോഴ്സ്മെന്റ് ബൈ എ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ദാറ്റ് നഴ്സ് ഹാസ് സർട്ടൻ ക്വാളിഫിക്കേഷൻ ദാറ്റ് എക്സിഡ് ബേസിക് കോമ്പിറ്റൻസ്. ഓപ്ഷൻ എ ഈസ് ലൈസൻഷർ, ബി ഈസ് അക്രഡിറ്റേഷൻ, സി ഈസ് ക്രെഡൻഷ്യലിംഗ് ആൻഡ് ഡി ഈസ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്. എന്തായിരിക്കും നോക്കിയേ? ഓപ്ഷൻ സി ആണല്ലേ, ഓപ്ഷൻ സി ക്രെഡൻഷ്യലിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രെഡൻഷ്യലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഓഫ് വെരിഫൈയിങ് ദ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. അത് നമ്മുടെ നഴ്സസിന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അവരുടെ ട്രെയിനിങ്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ, അവർ അപ്രോപ്രിയേറ്റ്ലി അഡിക്വേറ്റ്ലി ട്രെയിൻഡ് ആണോ, അവർ വെറുതെ ആക്ച്വലി അവർക്ക് ലൈസൻസ് ഉണ്ടോ, ലൈസൻസ്ഡ് ആണോ അവർ ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട്, കൂടാതെ സർട്ടിഫിക്കേഷൻസ്, പിന്നെ വർക്ക് ഹിസ്റ്ററി ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. സോ ഇതൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ക്രെഡൻഷ്യലിംഗ് എന്ന് പറയുക. സോ ഇതെങ്ങനെ ചെയ്യുക? ഡൺ ബൈ സ്ക്രൂട്ടനൈസിങ് കീ ഡോക്യുമെന്റ്സ് ആൻഡ് കണ്ടക്ടിങ് തറോ ചെക്സ് കേട്ടോ. അതായത് ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട്, ഡോക്യുമെന്റ്സ് ഒക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്, കൂടാതെ തറോ ആയിട്ടുള്ള ചെക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. Helps maintain high standards of care and safeguard patients from receiving treatment from underqualified practitioners. അതായത് പേഷ്യൻസ് നമുക്ക് എപ്പോഴും നമുക്ക് ഏറ്റവും പ്രൈം ആയിട്ട് വരിക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക പേഷ്യൻ്റ് സേഫ്റ്റി ആണ്. സോ
സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ നമ്മൾ മീറ്റ് ചെയ്യുക, അതുകൂടാതെ പേഷ്യൻസിന് സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ക്രെഡൻഷ്യലിംഗിന്റെ ഒരു ഉദ്ദേശമായിട്ട് വരും. നെക്സ്റ്റ് എന്താണ് ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുക? ഈ അക്രഡിറ്റേഷൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുക? പ്രോസസ് വെയർ ബൈ ആൻ ഓർഗനൈസേഷൻ ഓർ ഏജൻസി റെക്കഗ്നൈസ് എ കോളേജ് or university or a program of study as having met certain pre-determined qualifications and standard. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന കോളേജ്, നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് അല്ലെ, നമ്മുടെ പ്രോഗ്രാം ഓഫ് സ്റ്റഡി, ബി എസ് സി നഴ്സിംഗോ MSc നഴ്സിംഗോ ഏതോ ആയിക്കോട്ടെ, സോ പ്രോഗ്രാം ഓഫ് സ്റ്റഡി ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? വെദർ ഈ എല്ലാ അല്ലെങ്കിൽ ഈ എല്ലാ കോളേജസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ഒരു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. സോ അതിനാണ് എന്ത് പറയുക? അതിനാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് എന്താണ് ലൈസൻഷർ എന്ന് പറയുക? നമുക്കറിയാമല്ലേ, നമ്മൾ സാധാരണ നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ലൈസൻഷ്യർ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ലൈസൻഷ്യർ എന്ന് പറഞ്ഞാൽ ക്രെഡൻഷ്യൽ ഗ്രാൻഡഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്. ഇപ്പൊ നമുക്ക് കേരളത്തിലാണ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് എങ്കിൽ കേരള സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ KNMC, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് തരണം. എങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെ. സോ ലൈസൻസ് കൺഫേംസ് എ ലീഗൽ പ്രോപ്പർട്ടി റൈറ്റ് ടു ദ ഹോൾഡർ. അതായത് നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലീഗലി സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്, നമുക്ക് ലൈസൻസ് ഉണ്ട് എങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിനാണ് നമ്മൾ ബേസിക്കലി ലൈസൻഷർ എന്ന് പറയുക. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് എന്താണ്? സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആൻഡ് വൈഡ്ലി അക്സെപ്റ്റഡ് വേ ഓഫ് പെർഫോമിംഗ് എ ടാസ്ക് ഓർ പ്രൊസീജിയർ വിത്തിൻ എ പ്രൊഫഷൻ. അതായത് നമ്മൾ ഒരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ, നഴ്സിംഗ് പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് വർക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ച്വൽ വേയിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സ് ലേ ഡൗൺ ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് എന്ന് പറയുക കേട്ടോ. സോ ബേസിക്കലി ഈ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത്. സോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പം ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് നന്നായിട്ട് തന്നെ കൊണ്ടുപോകുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പോട്ടെ ഇന്ത്യയിലാണെങ്കിൽ പോലും നഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവർക്ക് ഏറ്റവും എത്തിപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻട്രി കേഡറിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുക. സോ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും കേട്ടോ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നന്നായിട്ട് പരിശ്രമിക്കുകയാണ്, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് കഴിയും, എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഒരു ഗസറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കൊണ്ടുപോകുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.